ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മളെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മളെ അമ്മൂൻ്റെ കല്യാണമാണെന്ന്. അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് പോവുകയാണ്. തലേ ദിവസമാണ് കേട്ടോ, ഒന്ന് 18-ാം തീയതി. അപ്പോൾ ഞാനിതാ അമ്മൂൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാൻ, ഏട്ടൻ, കൊച്ചു, അതുമാണ് നമ്മൾ ബൈക്കിലാണ് കേട്ടോ പോണത്. അതുപോലെ ബാക്കിൽ ചേച്ചി, ഏട്ടൻ, ലച്ചു അച്ഛൻ്റെ കൂടെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു, കിച്ചു. അവരാണ് ബാക്കിൽ വരുന്നുണ്ട് ഇതേപോലെ ബൈക്കിന്. ഞാനൊരു ബാഗിൻ്റെ മേലെ വേറെ ബാഗ് ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മളെ ടൂറിസ്റ്റ് ബാഗ് ഫ്രണ്ടിലുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പോവുകയാണ് മക്കളെ. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്തി കുറേ നേരമൊക്കെ കഴിഞ്ഞു. ഇവിടെ പൂര കരച്ചിലാണ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയും ഷാരു, അതുപോലെ സകിൽ ടാട്ടൻ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ശ്രീമോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അവരായിട്ട് സംസാരിച്ച്, പിന്നെ അതിൻ്റെ ഇടയിൽ പുറത്തേക്ക് ഇങ്ങനെ വന്ന് ഇവന് ഫുൾ ടൈം അതുമോന് നമുക്ക് ഇവിടെ തന്നെ, ഇവിടെ മേമേൻ്റെ വീട് തിരൂർ പെരുവഴിയമ്പലാണ് കേട്ടോ വീട് വരുന്നത്. അപ്പം റോഡ് സൈഡിൽ തന്നെയാണ് വീട് വരുന്നത്. അപ്പോൾ ഇവന് ഈ വഴി കണ്ട അപ്പം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്. ഇവൻ്റെ പിന്നാലെ ഒരാൾ ഓടണം. അപ്പോൾ അതിനിങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയും, ഓടുന്നത് ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ ആക്കണം. നമുക്ക് ഈ കല്യാണത്തിൻ്റെ തിരക്കിൽ നമുക്ക് കുട്ടികളാണ് നോക്കാം, പക്ഷെ നമുക്ക് നമ്മളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കും, കുറേ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തലേ ദിവസം ഗ്രാൻഡ് പരിപാടിയൊന്നും അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചെറിയ പരിപാടിയാണ്, എന്നാലും ഫ്രണ്ട്സ് എല്ലാവരും കൂടിയുള്ള ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അമ്മൂനെ മാറ്റിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മൂനെ സെറ്റപ്പാക്കി മാറ്റിച്ച് കൊടുത്ത് ഞാൻ അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട്. സാരിക്ക് പിന്നെ അവിടെയുള്ള റിലേറ്റീവാണ് എടുത്തു കൊടുത്തത്. സാരി ഞാൻ ഉടുത്തിട്ടൊന്നും ശരിയാവുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവരെന്നെയാണ് എടുത്തു കൊടുത്തത് കേട്ടോ. ബാക്കിയൊക്കെ ഞാനിങ്ങനെ സെറ്റാക്കി. അധികം വലിയ ബ്യൂട്ടീഷ്യനൊന്നും അല്ലെങ്കിലും എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്ത് കൊടുത്തു. നമ്മൾ തലേ ദിവസം എന്തായാലും ബ്യൂട്ടീഷ്യനൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പം വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ വിരുന്നേരും നമ്മളെ മാമൻ്റെ വീട്ടിലായാലും. നമുക്കത് തിങ്കളാഴ്ചയാണ് കല്യാണം വരുന്നത്. അപ്പോൾ ഞായറാഴ്ചയാണ് ഈ തലേ ദിവസം വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച വരാൻ പറ്റാത്തവർക്കൊക്കെ ഞായറാഴ്ചയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളെ റിലേറ്റീവ്സിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ, കുറേ കാലത്തിന് ശേഷം കാണുമ്പം. അപ്പോൾ നമുക്ക് ഫുഡ് നെയ്ച്ചോറും ചിക്കൻ കറി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നേ ഉള്ളൂ, നമ്മൾ സമയം ആവുന്നേ ഉള്ളൂ. എല്ലാവരും വിളിച്ചൊരു സമയം ആവുന്നേ ഉള്ളൂ, നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ ഏട്ടന് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട കോലത്തിൽ തന്നെയാണ് കേട്ടോ, എല്ലാവരും മാറ്റിയില്ല. ഏട്ടനെയൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പം ചീത്ത പറയുകയാണ്, അങ്ങോട്ട് ഓടുകയാണ്. എല്ലാവരും എന്നെ ചീത്ത പറയുക, എങ്ങനെ ഓടണേന് വിടരുത്, അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുതെന്ന് പറയും. പക്ഷെ നമ്മൾ പിടിച്ചിട്ട് നിൽക്കണ്ട. എനിക്ക് തീരെ പറ്റില്ല. എൻ്റെ ഇത് കോല വെച്ചിട്ട് എനിക്ക് തോന്നണില്ലേക്കും അവനെ പിടിച്ചത്. വലുതായില്ലേ, കുട്ടി വലുതായില്ല. അപ്പോൾ അവനെടുത്ത് നടക്കാനുള്ളൊരു ത്രാണിയൊന്നും എനിക്കില്ല. അപ്പം അവൻ്റെ പിന്നാലെ ഓടലൊക്കെയാണ് പണി. ഇപ്പോൾ അതവിടെ ആരൊക്കെയോ നമ്മളെ മാമൻ്റെ വീട്ടിൽ അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും ഷാരുവും ഡാഡനൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർ പോകുന്നുണ്ട്, ഓരോ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കരച്ചിൽ. നോക്കണ്ട, എങ്ങനെയാണ് ഇങ്ങനത്തെ വാശികളാണ്, എന്താ ചെയ്യുക. അപ്പോൾ അമ്മൂത മാറ്റി സുന്ദരിയായിട്ടുണ്ട്. പച്ച സാരി, നെറ്റിൻ്റെ സാരിയാണ് കേട്ടോ, സിമ്പിൾ സാരിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പം ഇനിയിപ്പോൾ നൈറ്റ് അവർ സാരി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വരും. നൈറ്റായിരിക്കും, കുറച്ച് ലേറ്റായിട്ടാണ്, നമ്മൾ അവിടെ നിന്നൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടുന്ന് പോക്കുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതവിടെ നെയ്ച്ചോറ്. ഈ വീഡിയോ എടുക്കുന്നത് ഞാനല്ല വീഡിയോ എടുക്കുന്നത്, കൊച്ചുമോളാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറേ തെറ്റുകളും ഇതൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. നമുക്ക് കല്യാണത്തിൻ്റെ ഒരു ചെറിയ തിരക്ക് കൊണ്ട് നമുക്ക് നല്ലപോലെ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, അതാണ് കേട്ടോ. പിന്നെന്താണ്, ഇവിടെ കൊച്ചുമോൾക്ക് ഓരോ സംഭവങ്ങൾ ആളിങ്ങനെ കാണിച്ച്. അവിടെ അച്ഛൻ ഉണ്ടായിരുന്നു, അപ്പോൾ അച്ഛനോട് ഓരോ വർത്താനമൊക്കെ പറയാണ്. എൻ്റെ മാമി ഇവിടെ ഉണ്ട്. പിന്നെ ചോറ്, ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. ചിക്കൻ കറിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറി അല്ല, വേറൊരു ഐറ്റം ചിക്കൻ കറി, ഉപ്പില്ലാത്ത പോലെയൊക്കെ തോന്നുക. എന്താ ചെയ്യുക, നമ്മൾ കല്യാണമല്ലേ. അപ്പോൾ അച്ഛൻ എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ. അച്ഛനൊക്കെ അവിടെ ഹെൽപ്പിങ്ങിലാണ്, ടേബിൾ എടുത്തിരുന്നതും. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളവിടേക്കാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം നല്ല ഗ്രാൻഡായിട്ടുള്ള പരിപാടി ഇരിക്കും. ഇവിടെ അങ്ങനെ വലിയ പരിപാടിയൊക്കെ ക്ഷണിച്ചിട്ടില്ല, എന്നാലും കുറച്ച് കഴിഞ്ഞ ആൾക്കാർ എന്തായാലും വരും കേട്ടോ. അപ്പോൾ അവിടെ കുറേ നമ്മളടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മാമൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മൂനോട് ഇങ്ങനെ ഓരോരുത്തർ വർത്താനവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആദൂന് ഇതാണ് പണി, അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക, എന്താ ചെയ്യുക, എനിക്ക് വയ്യ. അങ്ങനെ ആദൂനൊന്നും മാറ്റി കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ആദൂന് മേലൊന്നും കഴുകി കൊടുത്തിട്ടില്ല. അതിനൊക്കെ അത് മേല് കഴുകി കൊടുക്കണം, ഡ്രസ്സ് മാറ്റി കൊടുക്കണം, കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാവരും
അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഷർട്ട് വാങ്ങാനൊക്കെ പോയി, ഷർട്ട് വാങ്ങി വന്നു. അപ്പോൾ ഏകദേശം ഒരു 6 മണി 7 മണി ആയിട്ടുണ്ടാവും കേട്ടോ, 6 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളെല്ലാവരും മാറ്റി, ഡ്രസ്സൊക്കെ മാറ്റി, എല്ലാവരും ശ്രീക്കുട്ടി മാറ്റി, ലച്ചു കൊച്ചൊക്കെ മാറ്റി, പിള്ളേഴ്സൊക്കെ മാറ്റിയിട്ട് എല്ലാവരും മാറ്റി റെഡിയായി. നമ്മളിത് അങ്ങനെ എല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുന്നത് കുട്ടാപ്പൂൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതാ ചേച്ചി ഇതാ ഡ്രസ്സൊക്കെ മാറ്റി, ചേച്ചി സുന്ദരിയായിട്ട് ഇവിടെ ഉണ്ട്, ഞാൻ സുന്ദരിയായിട്ട് ഇവിടെ ചെയ്യാം. അങ്ങനെ ഇനി ഫുഡ് കഴിക്കണം, അതിൻ്റെ ഇടയിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. എൻ്റെ ഫ്രണ്ട്സ് അതേപോലെ സോനു സഫാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് അധികം ആൾക്കാരും, ഞാൻ കുറച്ച് ആൾക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ കല്യാണത്തിനാണ് നമ്മളെ ഓഫീസിലുള്ള ഫ്രണ്ട്സൊക്കെ കല്യാണത്തിനാണ് വരിക കേട്ടോ. അപ്പോൾ അതാ ഇവിടെ വലിയച്ഛന്മാരും എല്ലാവരും ഉണ്ട്, പാപ്പന്മാരും എല്ലാവരും ഉണ്ട്. അതാണ് കുട്ടാപ്പൂ കേട്ടോ, അമ്മൂൻ്റെ ഏട്ടനാണ് വരുന്നത്. ആരും കണ്ടിട്ടുണ്ടാവില്ല. കുട്ടാപ്പൂ അച്ഛൻ്റെ അടുത്തുണ്ടായിരുന്നതായിരുന്നു കുട്ടാപ്പൂ. അപ്പോൾ അതവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ വെച്ചപ്പോൾ ഇവിടെ അതാ പിള്ളേഴ്സ് ഫുള്ള് ഡാൻസും കളിയാണ്. അപ്പോൾ അവരങ്ങനെ പോയിക്കോളും. കുറച്ച് പാട്ടൊക്കെ ഇട്ടാൽ, ഞാൻ പാട്ട് പിന്നെ അതിൽ കോപ്പിറൈറ്റ് വരണ വെച്ചിട്ട് ഇടാത്തതാണ് കേട്ടോ. പാട്ടും ഇതൊക്കെ ആയിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് പരിപാടി. പിന്നെ ഞാൻ എടുക്കാനൊന്നും നിന്നിട്ടില്ല, എടുക്കാനൊക്കെ നിന്നാൽ സീനാവുകയുള്ളൂ. അങ്ങനെ ഇങ്ങനെ നമ്മളെ കയ്യിൽ വെച്ചാൽ സീനാവുകയുള്ളൂ. അപ്പോൾ പിന്നെ അവരവിടെ കളിച്ചോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം ഉണ്ടോ, എല്ലാവരും മാറ്റി ഒരുങ്ങി സെറ്റപ്പായിട്ടുണ്ട്. അപ്പം എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ അതൊക്കെ കാണുമ്പോൾ. അതൊന്നും കാണാൻ എൻ്റെ മേമയും പാപ്പനും ഇല്ലല്ലോ എന്നുള്ളൊരു സംതിങ്, എന്തോ ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ നമുക്കവിടെ. പക്ഷേ നമ്മളങ്ങനെ കാണിച്ചിട്ടില്ല മുഖത്ത്. നല്ല സന്തോഷത്തോടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു, എല്ലാവരും സന്തോഷത്തിലായിരുന്നു. നമുക്ക് ആകെപ്പാടെ നമ്മൾ കുറേ നമ്മൾ കഷ്ടപ്പാടുകൾക്കും എല്ലാത്തിനുള്ളൊരു ഉത്തരമാണ് ഈ പറയാനുള്ളത്. എന്നാൽ കല്യാണം നമ്മളിങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന സംഭവമല്ല, നമുക്ക് നമ്മളതായിട്ടുള്ള ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു ഇത് ഒക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പുടവ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ പുടവ കൊടുക്കട്ടെ പുടവ കൊടുക്കട്ടെ പുടവ കൊടുക്കട്ടെ എന്ന് 3 വട്ടം പറയും. അതേപോലെ അവിടെ നിന്ന് കൂടെ റിട്ടേൺ വാങ്ങിക്കുമ്പോഴും പുടവ വാങ്ങട്ടെ പുടവ വാങ്ങട്ടെ പുടവ വാങ്ങട്ടെ എന്ന് പറയും. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളവിടെ അങ്ങനെ ഇല്ല. തിരൂർ ഭാഗത്തേക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവരെ റിലേറ്റീവ്സൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്, പാപ്പൻ്റെ റിലേറ്റീവ്സൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അവർ പിന്നെ മുല്ലപ്പൂ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഫ്ലവർ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാറ്റി വെച്ചു. പിന്നെ അവരവരെ വന്നവരൊക്കെ ഫോട്ടോ എടുക്കലാണ്. ഇത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന കസിൻസൊക്കെയാണ് കേട്ടോ, അവരെ കസിൻസൊക്കെയാണ്. അപ്പം അവർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെന്താണ് ഇതാ എല്ലാവരും ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിലേക്കാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാമെന്നുള്ളൊരു രീതി. നമ്മൾ ഫുഡ് അവർക്ക് ഇവിടെ വെച്ചിട്ടാണല്ലോ കൊടുക്കുക. അപ്പം ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇരുത്തി. അതുപോലെ എൻ്റെ തറവാട്ടിൽ നിന്ന് പാപ്പൻ്റെ ഭാര്യമാരും മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരിതിൻ്റെ ഇടയിലുണ്ട്, വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഏട്ടൻ പിന്നെ എല്ലാവരും അവിടെ ഉണ്ട്, ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരങ്ങനെ ഫുഡ് കഴിച്ചോട്ടെ. പുറത്ത് ഇതാ അങ്ങനെ ഫോട്ടോ എടുക്കലും ഫോട്ടോ സെറ്റ് ചെയ്യലും എങ്ങനെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞപ്പം എല്ലാവരും ആയിട്ടുണ്ട്. എൻ്റെ മാമനാണ് ഇപ്പോൾ പോയത്, എൻ്റെ മൂത്ത മാമനാണ് കേട്ടോ. വീണ്ടും പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതാ ചേച്ചി എന്താണെന്നറിയില്ല, കൊച്ചുവിനെ കൂട്ടിക്കൊണ്ടിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി ഇവർ തിരിച്ച് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചവർക്ക് അതെന്താണ് എന്തോ വേറെ വെറൈറ്റി ഫുഡാണ് നമ്മൾ കൊടുത്താണ്. നമ്മൾ അവരെ വെൽക്കം ചെയ്യണം. അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അവരെ വെൽക്കം ചെയ്യണം. അവർക്ക് അതിനുള്ള വെറൈറ്റി ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയതല്ല, നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു. ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് എന്തോ ഇപ്പോഴും അവൾ കല്യാണം കഴിച്ച് പോയി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. എന്തോ ഭയങ്കര ഒരു നമ്മളിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളൊരു ഫീലാണ്. എപ്പോഴും എൻ്റെ വീട്ടിലാണല്ലോ ഉള്ളത്. അപ്പം എൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളൊരു ഫീലാണുള്ളത്. പിന്നെ വീട്ടിൽ പോകുമ്പോഴാണ് നമുക്കതിങ്ങനെ കൊള്ളുക. പക്ഷെ ആളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ ഇട്ടിട്ട് ഇനി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് ശേഷം അമ്മ എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ആളെ മുഖമൊക്കെ കണ്ടാൽ മനസ്സിലാവും. എന്നാൽ ഏതൊരാൾക്കായാലും അവനവൻ്റെ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ അതൊരു വേദന തന്നെയാണ്. അച്ഛൻ്റെയും അമ്മേൻ്റെയും എത്ര വരില്ല നമ്മൾ ആരായാലും. ഇപ്പം എൻ്റെ അമ്മയായാലും എൻ്റെ അച്ഛനായാലും ആരും നമ്മളെ അച്ഛൻ്റെ അമ്മേൻ്റെ അത്ര വരില്ല. അപ്പം പക്ഷേ
എൻ്റെ മേമേനെയും കാറ്റി എൻ്റെ അമ്മ നോക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ അങ്ങനെയാണ് അവൾക്കറിയാം നോക്കുന്നുള്ളത്. പക്ഷേ നമുക്ക് എത്ര നമ്മൾ അടിക്കുന്ന, എത്ര നമ്മളെ കുറ്റം പറയുന്ന അമ്മയായാലും എന്തായാലും, പക്ഷേ നമുക്ക് നമ്മളെ അമ്മ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ കാര്യം പറയാനും എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് നമ്മളെ കാര്യങ്ങൾ പറയാനും ഒക്കെ നമ്മളെ അമ്മമാരേ ഉണ്ടാവുള്ളൂ. അപ്പം അത്രയ്ക്കാണ്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ സീൻ ഇവിടെ കോൺട്രയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓവർ ഒന്നും പറയുന്നില്ല. അപ്പോൾ അവർ പോയി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ കാണേണ്ടില്ല, അവർ പോയിട്ടുണ്ട്. നമ്മളങ്ങനെ ഉണ്ട്, അങ്ങനെ പോയി എന്താ ചെയ്യുക. അപ്പോൾ എൻ്റെ മേമ പാപ്പൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മേമനെ അങ്ങനെ ഇട്ട് ഞാൻ കോഴിയൊക്കെ ആയിരുന്നു ഓരോ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് കോഴിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതവിടെ അവർ വീട്ടിൻ്റെ അടുത്തുള്ള മേമൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള താത്തന്മാരൊക്കെയാണ് കേട്ടോ. അവർക്ക് വലിയ കാര്യമാണ് കേട്ടോ. നമ്മൾ ചെന്നാലൊക്കെ അവർക്ക് വലിയ കാര്യമാണ്. നമ്മളെ തിരഞ്ഞു വരും. നമ്മളെ എല്ലാവരും മേമ പറഞ്ഞു കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവർക്ക് അറിയാം നമ്മൾ ആരാണ് എന്ന്. ഗൈസ്, അപ്പോൾ നമ്മളിതാ മാറ്റി സെറ്റായി. നമ്മളെ കിച്ചുട്ടൻ അപ്പടെ പരിപാടിയിലാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ കെട്ടും പാണ്ടൊക്കെ എടുത്തത് എന്താണിത്, ഇത് ആരാണിത്, ഹൈ. അപ്പോൾ നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ, ചേച്ചി, ശ്രീകുട്ടി, അതുപോലെ കൊച്ചു, ലച്ചു, കിച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഏട്ടൻ വന്ന് നമ്മളെ കൂട്ടി കൊണ്ടുവരികയാണ്. ഏട്ടനും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടുത്തെ വീട്ടിലത്തെ ഫ്രണ്ട്സും ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരവിടെ റൂം എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. മാറ്റി ഇനി സെറ്റായിട്ട് വരണം. അപ്പോൾ അതാ ബും, നമ്മൾ മാറ്റി സെറ്റായി. ഓക്കെ, നമ്മൾ മാറ്റി റെഡി ആയിട്ടുണ്ട്. കിച്ചുവിനും ആദൂനും ഒരേപോലത്തെ ഷർട്ടാണ് കേട്ടോ. രണ്ടാൾക്കും ഒരേപോലത്തെ ഷർട്ടാണ്. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുക, ഞാനും എൻ്റെ ചേച്ചിയും ഒരേപോലത്തെ സാരിയാണ്. ഞങ്ങളൊക്കെ ഒരേപോലത്തെയാണ് ഉദ്ദേശിച്ചത്. കളർ ചേഞ്ചാണ് ചേച്ചി ഞാനും. നമുക്ക് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് കളർ ചേഞ്ച് അങ്ങനെ ആക്കിയത്. അല്ലെങ്കിൽ നമ്മൾ സെയിം ആയിരിക്കും. പിന്നെ കൊച്ചും ലച്ചു ഒരേപോലെ, കിച്ചു ആദും ഒരേപോലെ, പിന്നെ ഏട്ടനും അജീഷേട്ടനും എന്താണ് നമ്മളെ ഡ്രസ്സിൻ്റെ മാച്ചാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ആക്കിയത്. അപ്പം കപ്പിൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പം സെറ്റാകുമല്ലോ, അങ്ങനെയാണ് അങ്ങനെ ആക്കിയത് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും ഇവിടെ ദക്ഷിണ കൊടുക്കാൻ തുടങ്ങി. അപ്പം അമ്മയ്ക്ക് അതവിടെ പൂരക്കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പിന്നെ അതൊരു ചടങ്ങാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവനെൻ്റെ മക്കൾ പോകുമ്പോൾ അതൊരു സങ്കടമാണ്. അപ്പോൾ അതാ ലച്ചൊക്കെ അതവിടെ മാറ്റി സുന്ദരിയായിട്ടുണ്ട്. ഇതാണ് കുട്ടാപ്പൂട്ടാ. അപ്പം ദക്ഷിണ കൊടുക്കലാണ്. മാമന്മാരും അവർ വലിയച്ഛന്മാരും വലിയമ്മമാരും എല്ലാവരുമായിട്ട് ദക്ഷിണ കൊടുക്കലൊക്കെയാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ അവിടെ ഇറങ്ങുക. നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. 10:30ക്കും 11ൻ്റെ ഇടയിലോ അങ്ങനെ എന്തോ ആയിരുന്നു മാറ്റി ഒരുങ്ങി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇത് പാപ്പനാണ് ഫോട്ടോയിലുള്ളത് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പാപ്പൻ്റെ ചേച്ചി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പാപ്പൻ്റെ ചേച്ചി എന്നാൽ അമ്മൂൻ്റെ ചേച്ചിയാണ് തോന്നുന്നുണ്ട്. ഒരു ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ അവർ കുറച്ച് ടീം ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ എൻ്റെ മാമനും മാമിയാണ്, അമ്മേൻ്റെ ഏട്ടനും വൈഫുമാണ് കേട്ടോ. അപ്പം അവരെയാണത്. പിന്നെ നമ്മൾ അധികം കാര്യങ്ങളൊന്നും ഒന്നുമില്ല, വേഗം അവിടെ നിന്ന് ഇറങ്ങി, സമയമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി. അമ്മൂൻ്റെ കൂടെയാണ് കേട്ടോ നമ്മൾ കയറുന്നത്. നമ്മൾ ബാക്കിലിരിക്കുകയാണ്. അപ്പോൾ അതാ അമ്മൂത മാറ്റി സുന്ദരിയായിട്ട് ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. കണ്ടോ, സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ആള്. നമ്മൾ വിചാരിച്ച ലുക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ അടിപൊളിയായിട്ടൊന്നും ഓർമ്മ ഉണ്ടായില്ല. ഇതിൽ അവളെ ലിങ്ക് ഇടാം കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവർ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഓവറല്ല, മേക്കപ്പിന് അവർ സാധനം വാങ്ങിക്കുന്നതിൻ്റെ ഉള്ള ചാർജ് അവർക്ക് കൊടുക്കണം. ഓവറാണല്ലോ, അത് ഇത്ര ഉണ്ടല്ലോ എന്ന് പറയേണ്ട ആവശ്യം നമുക്കവിടെ വരുന്നില്ല. എന്നാൽ അവർ അവർക്ക് മക്കളും ഫാമിലിയൊക്കെ ഇട്ടിട്ട് അവർ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അതിനുള്ള റിസൾട്ട് നമുക്ക് അവർ തരുന്നുണ്ട്. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പം അതാണിത് കേട്ടോ. മേക്കപ്പിൻ്റെ ഞാൻ അവർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു ID പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഇടുന്നതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ട് തരുന്നുണ്ട്. നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഇതവിടെ എന്താണ് മറ്റേ
താലൊക്കെ പിടിച്ചിട്ടാണ് ചെക്കനെ കൊണ്ടുവരുന്നത്. ചെക്കനും പെണ്ണിനും താലൊക്കെ പിടിച്ചിട്ടാണ്. അപ്പോൾ ഞാനും ചേച്ചിയും അവളെ കൂടെ മേലെയാണ്, നമ്മളെ ബ്രൈഡിന് മേലെയാണ് റൂമുള്ളത്. അപ്പോൾ അവിടെ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫാനൊക്കെ ഉണ്ടായിട്ട് നല്ല ചൂടാണല്ലോ. അപ്പോൾ അവിടെ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേലേക്ക് പോന്നിട്ടുണ്ട്. ഞങ്ങൾ മേലെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്ന ആൾക്കാർ, പെണ്ണിൻ്റെ വീട്ടുകാരാണ് ഫസ്റ്റ് വരിക. അപ്പോൾ നമ്മൾ വന്ന ആൾക്കാർ ഇവിടെ അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അവരെ സ്വീകരിക്കാനുള്ള താലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കേണ്ടതും, നമ്പൂതിരി വന്നിട്ടുണ്ട്, അവർ പൂജ ചെയ്യുന്ന തിരക്കിലും ഒക്കെയാണ്. എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, അമ്മ മുല്ലപ്പൂക്ക് വെച്ച് സുന്ദരിയായിട്ടുണ്ട്. ഇവർക്ക് ഇവിടെ സാരി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രസ് കോഡാണ്. ഡ്രസ് കോഡ് മീൻസ് സെയിം അല്ല, പക്ഷേ സാരി ഓരോ കളർ ചേഞ്ച് ആയിട്ട് അങ്ങനെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മുൻ്റെ കല്യാണത്തിന്. അവരെ വക തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ചെക്കൻ്റെ വകയല്ല, അവരെ വീട്ടുകാർ, അവരെ വീട്ടുകാരാണ് കുട്ടാപ്പൂരൊക്കെ വാങ്ങി കൊടുത്തതാണ്. അപ്പം എല്ലാവരും എൻ്റെ അമ്മ ഇട്ട സാരി, മാമി ഇട്ട സാരി, മാമി അന്ന് ഇട്ടില്ലായിരുന്നു, പിറ്റേ ദിവസമായിരുന്നു മാമി ആ സാരി എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഇട്ടിട്ടുള്ളതൊക്കെ ആ സാരിയാണ് കേട്ടോ. പിന്നെ ഇതാ ലച്ചുവിൻ്റെ ഫ്രണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ലച്ചുവിൻ്റെ ഫ്രണ്ടാണ് ആ കൂടെ നിൽക്കുന്നൊരു വെള്ള ധാവണി എടുത്തിട്ടുള്ള അവളുണ്ടായിരുന്നു. അവരവിടെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ മേലിങ്ങനെ എല്ലാവരും വരുന്നതും കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ കുറേ കാലത്തിന് ശേഷം അമ്മൂൻ്റെ കല്യാണം എന്നുള്ള ആ ഒരു ഇതിൽ നമ്മളിതവിടെ എത്തി. ഇന്നാണ് ആ ദിവസം നമ്മൾ ആ ദിവസം നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ മാറ്റണം അങ്ങനെ മാറ്റണം എന്നൊക്കെയുള്ള ഓരോരോ ഇതായിരിക്കുമല്ലോ. എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ സേഫായിട്ടുള്ള ആളെടുത്താണ് കൊടുത്തതെന്നുള്ളത് നമുക്കൊരു സന്തോഷം. എന്തായാലും ആൾ ഹാപ്പി ആവട്ടെ, നല്ലപോലെ ജീവിക്കട്ടെ, ഒരു ടെൻഷനും ഒരു പ്രശ്നവും ഇല്ലാണ്ട് നല്ലപോലെ ജീവിക്കാൻ പറ്റട്ടെ അവർക്ക്. എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടാണ്. അവരെ വീട് വരുന്നത് ചെട്ടിപ്പടിയാണ് കേട്ടോ. നമുക്ക് പിന്നെ ചെട്ടിപ്പടി കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട് വരുന്നത്. അപ്പം ചെട്ടിപ്പടിയാണ് അവർ വീട് വരുന്നത്. കുഴപ്പമൊന്നുമില്ല. അവരെ വീട്ടിൽ അമ്മാച്ചൻ, ഒരു പെങ്ങളാണുള്ളത്, പിന്നെ അവനാണുള്ളത്, ഒരു അനിയത്തി, പിന്നെ അവനാണുള്ളത്. അവന് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുകയാണ് കിൻഫ്രയിൽ, നമ്മളവിടെ തന്നെ. ഇനിയിപ്പോൾ ആൾ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചെക്കനെ സ്വീകരിക്കുന്നതാണ്, നടുവിലുള്ളതാണ് ചെക്കൻ. അപ്പോൾ അതാ നമ്മളെല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. നമുക്ക് സമയം വൈകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം കയറിക്കോളി എന്നിങ്ങനെ പറയുകയാണ്. അവരെ വീട്ടിൽ നിന്ന് അവരെ പാപ്പന്മാർ, അച്ഛനമ്മ ഒക്കെയാണ് കേട്ടോ. ഫ്രണ്ടിൽ ഈ വാച്ച് കെട്ടി സംസാരിക്കുന്ന ബാക്കിലുള്ളൊരു മറ്റേ മഞ്ഞ സാരി ഉടുത്തതും അവൻ്റെ അമ്മയാണ്. അച്ഛനമ്മ മനോജേട്ടനും അവരമ്മയാണ് വരുന്നത് കേട്ടോ. നമ്മൾ മനോജേട്ടൻ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ മനോജേട്ടൻ എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു ഇതിലാണ് അച്ഛനും അമ്മയും അതുപോലെ പെങ്ങളാണ് ഈ സാരി ഉടുത്തിട്ടുള്ള ലൈറ്റ് റോസ് സാരി ഉടുത്തിട്ടുള്ളത്. ബാക്കിലൊക്കെ ഉള്ള അവരെ കസിനും പിന്നെ പാപ്പന്മാരും ഒക്കെയാണ് കേട്ടോ. അവൻ്റെ പാപ്പന്മാരൊക്കെയാണ്. പിന്നെ ഫ്രണ്ടിലുള്ളത് അവനെ സ്വീകരിക്കുന്നത് കുട്ടാപ്പൂ സ്വീകരിച്ചിട്ടുണ്ട്. അവർ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇനി ഞങ്ങളൊരു ഊഴാണ്. ഞങ്ങൾ എന്താ ചെയ്യുക, ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ. ഓരോരുത്തർ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഫ്ലവറൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന്, എനിക്കേ ഭാഗ്യം ഉണ്ടായിട്ടില്ലേ. ഞാൻ കുറച്ചെങ്കിലും അവിടെ ഇങ്ങനെ ഫ്ലവറിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ വന്നിട്ട് ഡാൻസൊക്കെ കളിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ അത്. അപ്പം ഗൈസ് ഇവിടെ താലികെട്ടെല്ലാവാനായി. എന്താ ചെയ്യുക, ഇവിടെ എല്ലാവരും വന്ന് റെഡി ആയിട്ടുണ്ട്. ഞാൻ സുന്ദരിയായിട്ടില്ല, എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ചേച്ചി ഞങ്ങൾ കുറേ കാലത്തെ ഒരു ചർച്ചയായിരുന്നു അത്. എന്തിടും എന്തിതാക്കും, കയ്യിലെന്തിടും, മാലെന്തിടും, ചെരുപ്പ് എന്താക്കും, മുടി എങ്ങനെ കെട്ടണം എന്നുള്ളതൊക്കെ എല്ലാവരും ഒരു കൺഫ്യൂഷനാണല്ലോ അത്. അതുപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്തോ ഇതുവരെയെങ്കിലും എത്തിച്ച് മക്കളെ, ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ സാരി ഉടുത്തത്, അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ഒറ്റയ്ക്കാണ് സാരി ഉടുത്തത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സാരി ഉടുക്കാൻ പഠിച്ച മക്കളെ. അത് ഈ സാരി കണ്ടാണ് തോന്നുന്നത്, എന്തോ എൻ്റെ കൂടെ തന്നെ നിന്നു. അപ്പോൾ അതവിടെ പൂവിടലും പൂ കയ്യിലേക്ക് തരലൊക്കെ ആയിരുന്നു. നമ്മളെ താലി കിട്ടുമ്പോൾ പൂവ് ഇങ്ങനെ എറിയുകയാണ് കേട്ടോ ചെയ്യുക. നമുക്കിങ്ങനെ ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാൽ ഇങ്ങനെ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഇങ്ങനെ മാലയിടുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിൽക്കാനും ഇങ്ങനെ ചെയ്യാനും
ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കസിൻസിൻ്റെ ആയാലും ഇങ്ങനെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇതപ്പോൾ അവൾ ചെയ്യുന്നില്ല, ഇങ്ങനെ താലി കെട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ചെയ്തു കൊടുക്കുക. എനിക്കത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്താ അവരെ ഹെൽപ്പ് ചെയ്യുക. നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇനിയുള്ളതൊക്കെ കല്യാണങ്ങളാണ്, ടെൻഷൻ അടിക്കില്ല. ഇനി ഫുള്ള് നമ്മളെ കസിൻസിൻ്റെ കല്യാണങ്ങളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സമാധാനമുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റേജിൽ കയറിക്കാൻ നമുക്ക് പുറത്തൊന്നും ഇങ്ങനെ കാണാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഇങ്ങനെ കയറി നിന്നിട്ട് അവരെ കൂടെ നിൽക്കാനും ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ അവരെ കൂടെ നിന്ന് ഇങ്ങനെ പൂവ് എറിയാനും നമുക്ക് സ്റ്റേജിൽ അവരെ കൂടെ നിൽക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും അതൊക്കെ ഒരു രസമാണല്ലോ. എപ്പോഴും കിട്ടില്ലല്ലോ അത്. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണെന്ന് പറയാം. നമുക്ക് എന്തായാലും ഇതുവരെ എത്തി. അപ്പം താലി കെട്ടലും കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ കുട്ടാപ്പുവാണ് മാലിട്ട് കൊടുത്തത് കേട്ടോ. അവന് മാലിട്ട് കൊടുക്കൽ കഴിഞ്ഞു. പിന്നെ നമുക്കിത് അവിടെ താമരമാല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫോട്ടോ എടുക്കലാണ് കേട്ടോ മെയിൻ, ഫോട്ടോ എടുക്കൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവൾക്ക് തീരെ വയ്യാണ്ടി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ. അവൾ ഫുഡ് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് വയറ് കൊളത്തിയിട്ട് ഫുഡ് കഴിക്കാൻ ഗ്യാസ് കയറി പ്രശ്നമായി. കുറച്ച് നേരം ഇരുന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഫുഡ് കഴിച്ചപ്പോൾ കാലി വയറ്റിലാണെന്ന് തോന്നുന്നു ഫുഡ് കഴിച്ചപ്പം ആൾക്കത് വയറിന് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊരു കുറച്ച് വേദന കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. ഞാൻ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞ് ദാദുനും ഉണ്ടാവും. ഭയങ്കര പീറയാണ് മക്കളെ. പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി എടുക്കാൻ ഞാൻ എന്താ ചെയ്യുക എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് അതാക്കി എങ്ങനെയാവും ഇങ്ങനെയാക്കി അങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് ആളെ മയക്കി കൊണ്ടുവരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഫുഡ് കഴിക്കലൊക്കെ മാക്സിമം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ടീം വരണം. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ചോറ് തികഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉള്ള ചോറ് നമുക്ക് കിട്ടുന്നതാണ്. നല്ല അത്രയും ആൾക്കാരായിരുന്നു. നമ്മൾ കല്യാണത്തിനായിരുന്നു എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ റിലേറ്റീവ്സ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും അവിടുത്തെ റിലേറ്റീവ്സ് ആയാലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ ഒരു ട്രിപ്പ് ഫുഡ് കഴിച്ച് പോയതാണിത്. ഇനിയിപ്പോൾ അതിനൊക്കെ ഭക്ഷണം കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഫുള്ളായി. അപ്പോൾ പിന്നെ ചെക്കനും പെണ്ണും ഒക്കെ അവർ വന്നിരുന്നിട്ടുണ്ട്. അവർ വന്നിരുന്ന സമയത്ത് ഫുഡ് ആവണേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിഞ്ഞു. നമ്മൾ അത്രയ്ക്ക് ആൾക്കാരായിട്ട് പിന്നെ ഫുഡ് കഴിഞ്ഞ്. അപ്പോൾ അതാ അമ്മും വിവേകുമാണത്. അപ്പോൾ അവർ വന്ന് ഇരിക്കണത് ഓരോന്ന് പറയുകയാണ് കേട്ടോ. അവർക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പം ക്യാമറാമാനും എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഓരോ കാര്യങ്ങൾ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് എന്തൊക്കെയോ പറയുകയാണ്. ഫുഡ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇതെല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അമ്മ ഓരോന്ന് പായസവും കാര്യങ്ങളൊക്കെ അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പായസമൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അമ്മ ഇങ്ങനെ ഓരോന്ന് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരായിട്ട് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞു മക്കളെ. നമ്മൾ അമ്മൂൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ വീട്ടിലെത്തി. ഇവിടെ നമ്മൾ വീട്ടിലെത്തി. അമ്മ പോയി. ഇനി നമ്മൾ നാളെ ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് പോകും. ഒരു 2:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി കിടന്നുറങ്ങി. കുറച്ച് നേരത്തെ എണീച്ചിട്ടുള്ളൂ. ഫുഡ് കഴിക്കണം, പിന്നെ വീണ്ടും കിടന്നുറങ്ങണം. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നാളെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വേറെ വീഡിയോ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ തലത്തിന് വീട് ടച്ചാ. ഓക്കെ, അപ്പോൾ ബായ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ പിന്നെ അവിടെ കിടന്നുറങ്ങി. നമ്മൾ ഫുള്ള് ക്ഷീണത്തിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം നമ്മളൊരു 3 മണി വൈകിട്ട് 3 മണിക്കാകുമ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടുന്ന് അമ്മൂൻ്റെ കല്യാണം കഴിച്ച വീട്ടിലേക്ക് പോവുകയാണ്. ചെട്ടിപ്പടി വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും മാറ്റി ഒരുങ്ങി സുന്ദരിയായിട്ടുണ്ട്. നമ്മളപ്പ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും നമ്മളിതവിടെ എത്തി. അവരെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഏട്ടൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏട്ടന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് എടുക്കാൻ വേണ്ടി ഏട്ടൻ അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ ഈ സമയമാകുമ്പോഴത്തേന് വന്നാൽ മതിയല്ലോ. 3 മണിയാകുമ്പോഴത്തേനും ചിലപ്പോൾ ഏട്ടൻ്റെ വർക്ക് കഴിയും ചില ദിവസങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടനും അജിഷേട്ടനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ഇതിലൂടെയാണ് അവരെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ. അങ്ങനെ എല്ലാവരും മാറ്റി. കൊച്ചു ലച്ചു അടിപൊളിയായിട്ടുണ്ട്. ഇവരെ ഡ്രസ്സൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും. ഞാനും ചേച്ചി അതേപോലെ നമ്മൾ കളർ ചേഞ്ചാണ് കേട്ടോ. അവൾ പച്ച, ഞാനൊരു റോസ്. അവളൊരു പിസ്ത പച്ചയാണ്, ഞാനൊരു റോസ് കളറാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അതാ എല്ലാവരും ഉണ്ട്. എല്ലാ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളെ അമ്മൂൻ്റെ വീട് കാണലാണല്ലോ. ഫസ്റ്റ് വീട് കാണുക. ഇവിടുന്ന് ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ പിന്നെ ഓഡിറ്റോറിയത്തേക്ക് പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും മാറ്റി ഒരുങ്ങി സുന്ദരികളായി വന്നിട്ടുണ്ട്. ചേച്ചി,
അകി ഇവിടെ എന്തോ കാട്ടുന്നുണ്ട്, എന്താ കാട്ടുന്നെങ്കിൽ മനസ്സിലാവുന്നില്ല. അതുണ്ട് കേട്ടോ താഴെ, അതുമായിട്ട് വർത്താനം പറയാണ്. അതും കിച്ചും ഒരേപോലെ ആയിരുന്നു കേട്ടോ. റോസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ നല്ല സെറ്റപ്പ് കുട്ടിമണികളായിട്ട് അവരുണ്ടായിരുന്നു. പിന്നെ അതാ അപ്പോൾ എന്തോ പറയുകയാണ്, നമ്മൾ കുട്ടാപ്പൂവിന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾ പുറത്തെന്താ നിൽക്കുന്നതെന്ന് വിചാരിക്കണം. കുട്ടാപ്പൂ അവരെ വണ്ടി അവർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് വന്നിട്ടില്ല. അങ്ങനെ അവരെ പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് പിന്നെ അവരുണ്ട് ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് ഇവരേക്ക് അവർ വന്ന് കയറിയിട്ടുണ്ട്. അപ്പുറത്ത് കൂടെ ബാക്കിലെ വഴി കൂടിയിട്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ നമ്മളിതാ നേരെ വന്നു. ഇവിടെ അമ്മ സുന്ദരിയായിട്ടുണ്ട്. ഇവൾക്ക് മേക്കപ്പൊക്കെ ചെയ്ത് നല്ല ലഹങ്കയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് മാറ്റി ഒരുങ്ങി ഇവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ വിവേകും നല്ല സുന്ദരനായി അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഇവർ നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. അടിപൊളി സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരന്മാരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കണ്ട് അച്ഛൻ ചിരിക്കുന്നുണ്ട്. എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അവരെല്ലാവരും അവർ വെൽക്കം ചെയ്യാണ്. വീട്ടിൽ നിന്ന് വരികയാണല്ലോ, അപ്പം അതിൻ്റേതായിട്ടുള്ള സങ്കടങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അവർ വരുന്ന സന്തോഷങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അവർ വരട്ടെ. എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് സെറ്റായി. അതിൻ്റെ ഇടയിൽ അമ്മൂന് രാത്രി വയ്യാണ്ടായിരുന്നു കേട്ടോ. ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. കുഴപ്പമൊന്നുമില്ല ആൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാണ്. അപ്പോൾ അതാ ഇവിടെ നമ്മളെത്തി. ഇവിടെ അതാ ഇവരിവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ എല്ലാവരും നമ്മൾ കയറി അവരെ റൂമും കാര്യങ്ങളൊക്കെ കാണുകയാണ്. നമുക്കൊരു ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു അവർ. എന്ത് ജ്യൂസാണെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എന്തോ ഒരു ജ്യൂസ് തന്നു. അതിൽ നല്ല മറ്റേ ബൂസ്റ്റ് പൊടി ഇട്ട നല്ല അടിപൊളി ഐറ്റം. അങ്ങനെ അവരെ റൂമിലേക്കൊക്കെ വന്നു. അവരെ റൂമൊക്കെ കണ്ടു. നമ്മളിവിടെ നമ്മളിങ്ങനെ കാണണം. നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു. ചേച്ചീനോട് ഓരോന്ന് വർത്താനം പറയും. ഇവിടെ അങ്ങനെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്തോ അടിപൊളി സെറ്റ്. അപ്പോൾ അതാ ഇതാണ് കേട്ടോ. അവൾക്ക് ഇവിടെ കണ്ണാടിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കെട്ടി ഒരുങ്ങി മാറ്റി സെറ്റാവാൻ. അപ്പോൾ അതാ കൊച്ചുമാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ നമ്മളിങ്ങനെ പിന്നെ അവരെ വർത്താനമൊക്കെ പറഞ്ഞ് അവരായിട്ട് എല്ലാ വർത്താനമൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വന്നതിൻ്റെ കാഴ്ച എല്ലാവരും നമ്മൾ വീട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പം വീട് കാണുന്നതൊക്കെയാണ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ആവശ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അറിയാം. പിന്നെ ഏട്ടനും ഈ നമ്മളെ കാരണന്മാർ എന്നുവെച്ചാൽ വലിയ ആൾക്കാർ ഇങ്ങനെ വീട് കാണാൻ വേണ്ടി ചടങ്ങുണ്ടാവുമല്ലോ, അവർ ഉറപ്പിക്കൽ. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടനും അജീഷ് ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെ കൂടെ. പിന്നെ അപ്പം അത്രയൊക്കെയാണ്. ഇനി നമ്മളിത് അങ്ങനെ ഇനി ഇവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പം എന്തോ പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് ആ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ആൾ. നമ്മൾ ഫോണിലെടുത്തിരുന്ന ഫോട്ടോ ഒക്കെ അതിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. വീഡിയോ ഫോണിനിപ്പം നല്ല ക്ലിയർ കുറവുണ്ട്. ഇല്ല നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. വീഡിയോയ്ക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യണമല്ലോ. നല്ല കുറവുണ്ട് വീഡിയോ. ഇപ്പം പഴയ പോലെ സെറ്റ് ആവുന്നില്ല. ഫോണൊക്കെ പൊട്ടിയിട്ടുണ്ട് മക്കളെ. ഇങ്ങനെ ബാക്ക് നിൽക്കണം നോക്കണ്ട. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊട്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും. പിറ്റേ ദിവസം അങ്ങോട്ട് ചായ കൂടിയാണ് വരുന്നത്. അവനും അവളും മാത്രമേ വരുന്നുള്ളായിരുന്നു. അപ്പോൾ അത് നമ്മളങ്ങനെ വീഡിയോയ്ക്ക് എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മളവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് അവർ രണ്ടാളും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും വിളിക്കുകയാണ് കേട്ടോ. നമ്മളിനി തിരിച്ച് അവരെ വീട്ടിലേക്ക് പോവുകയാണ്. ഓഡിറ്റോറിയത്തേക്ക് പോവുകയാണ്. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി തിരൂരിക്ക് തന്നെ പോകും കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഉണ്ടാവും അമ്മ മാറ്റി. ഇനിയിപ്പോൾ ഇവർ വേറെ വണ്ടിയിൽ വരുന്നുണ്ടാവും. ഇവരങ്ങോട്ട് വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ ഓഡിറ്റോറിയത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഏട്ടനും അതുപോലെ അവരൊക്കെ അജീഷ് ഏട്ടനും ബൈക്കിലാണ് കേട്ടോ. അതിൻ്റെ കൂടെ കൊച്ചുലച്ചൊക്കെ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു അവരങ്ങനെ. അതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെ കൊച്ചു അങ്ങനെ പോയതുകൊണ്ട് അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടി. ഏട്ടനും ചേച്ചിയുടെ പോകുന്നു. നമ്മൾ വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവരെ വീടൊക്കെ കണ്ടു വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തേക്ക് പോവാണ്. അപ്പോൾ ഏട്ടൻ ചോദിക്കുകയാണ്. ഏട്ടൻ്റെ വിചാരം ഇവിടെ നിന്നാണ് പരിപാടി എന്നുള്ളത്. പക്ഷേ ഇവിടെ ആരും വല്ലാണ്ട് കാണുന്നപ്പോൾ ഏട്ടൻ അന്തം വിട്ടത് എന്തെങ്ങനെ. അപ്പോൾ അവർ ഓഡിറ്റോറിയത്തിലാണ് അവർക്ക് റിസപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളെ വീട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അവരെ വീട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. വീടൊക്കെ കണ്ടിട്ട് ഇനി നേരെ നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് പോകും. അവിടുന്ന് ഫുഡൊക്കെ കഴിക്കും. കേക്കൊക്കെ മുറിച്ച് അവരെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരൂരിക്ക് പോകും. അതാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷേ ഇത് ഏട്ടന് കത്തിയിട്ടില്ലായിരുന്നു. അതാണ് സംഭവം. അപ്പോൾ നമ്മളെ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ. അവിടെയാണ് വണ്ടി എവിടെയോ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കൊച്ചു ലച്ചൊക്കെ അവരൊക്കെ പോയി. അച്ഛനും അതേപോലെ ലച്ചുവിൻ്റെ കൂടെ അങ്ങനെ എന്തോ പോയി. ഇതൊക്കെ മേമേൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള താത്തമാരാണ് കേട്ടോ. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വീട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കാണട്ടെ. നമ്മൾ അറിയുന്ന നമ്മളെ മേമുണ്ടെങ്കിൽ ഇതിൻ്റെ
വലത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാ അമ്മു മാറ്റി ഒരുങ്ങി സെറ്റായിട്ട് അവരും ഓഡിറ്റോറിയത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറ് കയറുകയാണ് കേട്ടോ. നമ്മളെ കൂടെ അവരും വരുമല്ലോ. അപ്പം അവർ വരുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അമ്മുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വിവേകിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഗേറ്റ് അടവിൽ കുടുങ്ങിയിരിക്കുകയാണ്. ലച്ചു കൊച്ചൊക്കെ അവരൊക്കെ ഗേറ്റ് അടവിൽ കുടുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവർ ബൈക്കിന് അങ്ങനെ പോകുന്നു, ഞങ്ങൾ നേരെ വണ്ടിക്ക് അങ്ങനെ ക്രൂയിസറിൽ അങ്ങനെ പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം നമ്മളിത് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇവരിവിടെ വന്ന് റെഡി ആയിരിക്കുക കേട്ടോ. നമ്മൾ പിന്നെയാണ് നമ്മൾ ബാക്കിൽ ക്രൂയിസറിൽ വന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അവരിവിടെ മുന്നേ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ബൈക്കിനല്ലേ വന്നത്, അപ്പോൾ അവർ നേരെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എല്ലാവരും വന്ന് ഇതാണ് നമ്മളെ ഓഡിറ്റോറിയം, നമ്മളെ പ്രശാന്ത് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള കൊട്ടലത്ത് അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. കൊട്ടലത്ത് ഓഡിറ്റോറിയം ഇവിടെ വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ അവരെ പരിപാടി ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ ഇവിടുന്ന് പോയിട്ട് പിന്നെ അവർക്ക് പാർട്ടിയാണ് അവർ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കല്യാണം മാത്രമേ ഉള്ളായിരുന്നു. കല്യാണം അവർക്ക് ഗ്രാൻഡ് ഇല്ലായിരുന്നു. ഇവിടെ സമയം വെച്ചിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവർ പരിപാടിക്ക് ആൾക്കാരെ അങ്ങനെ വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മുദാ സുന്ദരിയായിട്ടുണ്ട്, ബാക്കിൽ വിവേക് വരുന്നുണ്ട്, അവനും ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഓഡിറ്റോറിയത്തേക്ക് കയറുകയാണ്. ഇനി ഇതാ എല്ലാവരും കയറി കേട്ടോ. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ. ഫുഡിന് എന്തായിരുന്നു, നെയ്ച്ചോറ്, ചിക്കൻ കറി, പിന്നെ ചപ്പാത്തി, നൂൽപുട്ട്, വെള്ളപ്പം, പൊറോട്ട അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഏട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ലച്ചപ്പുറത്തിരിക്കുന്നുണ്ട്, കൊച്ചു നടുവിൽ ആദു, അതിൻ്റെ അപ്പുറത്ത് കിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ, ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കേക്ക് കട്ടിങ് കഴിഞ്ഞു, അതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഞാൻ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടനെ കൂട്ടാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പിന്നെ ലാസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇതാ ഏട്ടനെ കൂട്ടാൻ വേണ്ടി വന്ന് നമ്മൾ നേരെ നമ്മൾ അധികാരിക്കോട്ടൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് കൂടെ പോവുകയാണ്. ഇവിടെ ഉത്സവമായിരുന്നു, അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഉത്സവവും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ ഉത്സവം ലൈറ്റ് വെച്ചിരിക്കുന്നതാന്നൊക്കെ പറയും. അപ്പോൾ ശരി ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.